കുട്ടികളുടെ പേശിവികാസത്തിനും ദേഹബലമില്ലാത്തപ്പോഴും കൈകാലുകൾ ശോഷിച്ച അവസ്ഥയിലുമൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ, ശിശുക്കൾക്കും ബാലന്മാർക്കും ഗർഭിണികൾക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയ ഒരെണ്ണയെ പറ്റിയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലുകളുടെയും പേശിയുടെയും വളർച്ച വികാസവും ത്വരിതപ്പെടുത്തുന്നതിനും ദേഹബലം ഇല്ലായ്മയ്ക്കും ദേഹം ശോഷിച്ച അവസ്ഥയിലും അതുപോലെ തന്നെ നിശ്ചിത പ്രായമായിട്ടും എഴുന്നേറ്റ് നടക്കാത്ത കുട്ടികൾക്കുമൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു മസാജ് ഓയിലാണ് ലാക്ഷാതി വെളിച്ചെണ്ണ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ലാക്ഷാതി വെളിച്ചെണ്ണയുടെ ഇൻഗ്രീഡിയൻസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ കോലരക്ക്, തൈര്, അമുക്കുരം, മഞ്ഞൾ, ദേവതാരം, ചന്ദനം, കൊട്ടം, മുത്തങ്ങ, കടുരോഹിണി, അരത്ത, ചതകുപ്പ, ഇരട്ടിമധുരം എന്നിവയാണ് ഇതിലടങ്ങിയിരിക്കുന്ന പ്രധാന ചേരുവകൾ. ശിശുക്കൾക്കും ബാലന്മാർക്കും ഗർഭിണികൾക്കും ഒരുപോലെ ദേഹം മൊത്തം തേച്ച് കുളിക്കാം എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു സമയം എന്ന് പറയുന്നത്, നമ്മൾ ഈ എണ്ണ തേച്ച് 1 മണിക്കൂറോളം നിന്ന ശേഷം ചെറിയ ചൂടുവെള്ളത്തിൽ കുളിക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ മറ്റുള്ള ആയുർവേദ എണ്ണകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിന് നല്ലൊരു ഗന്ധമാണുള്ളത്. അതുപോലെ പനി വിട്ടുമാറാതിരിക്കുന്നവർക്കും രാപ്പനിയുടെ കഷ്ടതകൾ അനുഭവിക്കുന്നവർക്കും പനിയുടെ അനുബന്ധമായ ശരീരവേദന കുറയ്ക്കുന്നതിനും ഒക്കെ ഈ ഒരു എണ്ണ തേച്ച് കുളിക്കുന്നത് വളരെ നല്ലതാണ്. അപസ്മാരത്തിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുന്ന ശിശുക്കൾക്കും ബാലന്മാർക്കും ദുർവാശിയും എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രകൃതമുള്ള കുട്ടികൾക്കും പതിവായി ഈ ഒരു എണ്ണ തേച്ച് കുളിക്കുന്നത് വഴി പെട്ടെന്ന് തന്നെ രോഗശാന്തി കിട്ടുമെന്നത് കണ്ടുവരുന്നുണ്ട്. അതുപോലെ റെസ്പിറേറ്ററി ആയിട്ടുള്ള, അതായത് ശ്വാസകോശ സംബന്ധമായിട്ടുള്ളതും അതുപോലെ ചുമ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിട്ടുമാറാതെ പതിവായി അലട്ടുന്ന കുട്ടികൾക്ക് അകത്തേക്ക് യുക്തമായ മരുന്നുകൾ കൊടുത്തുകൊണ്ട് തന്നെ ഇത് പുറമെ തേച്ച് കുളിപ്പിക്കുന്നത് വളരെ നല്ലതാണ്. പെട്ടെന്ന് തന്നെ അസുഖമൊക്കെ ശമിക്കാൻ വേണ്ടി വളരെ നല്ലതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ലാക്ഷാതി എണ്ണയെക്കുറിച്ച് പറയുകയാണെങ്കിൽ. അപ്പോൾ ഈ ലാക്ഷാതി വെളിച്ചെണ്ണ ഫാർമസിയിലൊക്കെ അവൈലബിൾ ആണ്, എല്ലാ ആയുർവേദ ഫാർമസികളിലും അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊരു അറിവിലേക്കാണ്. ഇപ്പോൾ നിങ്ങളിത് വാങ്ങി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു ആയുർവേദ ഡോക്ടറിനെ കണ്ടിട്ട് വേണം നിങ്ങളിത് യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങളുടെ അറിവിലേക്കാണ് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ